വാട്ട്സ് ദ മൂവി വി ഹാവ് നെവർ സീൻ ബിക്കോസ് യു ഹാവിൻറ്റ് മെയ്ഡ് ഇറ്റ്. മേക്ക് ദാറ്റ് മൂവി. ലോകപ്രശസ്തനായ ഹോളിവുഡ് സംവിധായകൻ ക്രിസ്റ്റഫർ നോളൻ്റെ വാക്കുകളാണിത്. ആ വരികളിൽ എല്ലാമുണ്ട്. ഒരു ഫിലിം മേക്കർ അറിയേണ്ടതും ചെയ്യേണ്ടതുമായ എല്ലാ കാര്യങ്ങളും അദ്ദേഹം ഈ വരികൾക്കിടയിൽ ഒളിപ്പിച്ചു വെപ്പിച്ചിട്ടുണ്ട്. എന്താണ് ഈ വരികളുടെ അർത്ഥം? സംഭവം സിമ്പിളാണ്. ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു മൂവി ഇതുവരെ, അല്ലെങ്കിൽ ഞങ്ങൾ കാണേണ്ടതായിട്ടുള്ള ഒരു മൂവി ഞങ്ങൾക്ക് ഇതുവരെ കാണാൻ സാധിച്ചിട്ടില്ല. കാരണം നിങ്ങൾ ആ മൂവി ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു മൂവി നിങ്ങൾ ചെയ്യൂ എന്നാണ് ഓരോ സംവിധായകനോടും അല്ലെങ്കിൽ ഓരോ ഫിലിം മേക്കറോടും അദ്ദേഹം പറയുന്നത്. എന്താണ് ഇതിൻ്റെ ഒരു അന്തരാർത്ഥം? സംഗതി സിമ്പിളാണ്. പ്രേക്ഷകർക്ക് ഇതിനു മുമ്പ് ചിന്തിക്കാൻ കഴിയാത്തൊരു പശ്ചാത്തലം, അല്ലെങ്കിൽ ചിന്തിക്കാൻ കഴിയാത്ത ഒരു കാര്യം, സത്യമാണോ മിഥ്യയാണോ എന്ന് പോലും അവർക്ക് തിരിച്ചറിയാൻ പറ്റാത്ത ഒരു കാര്യം ആവിഷ്കരിക്കുക എന്നുള്ളതാണ്. ക്രിസ്റ്റഫർ നോളൻ തൻ്റേതായിട്ടുള്ള ഒരു ഇൻ്റലക്ച്വൽ ലോകം സൃഷ്ടിച്ചുകൊണ്ട് ഫിലിം മേക്കിംഗ് രംഗത്ത് അങ്ങനെ ഒരു അതിശയം കാഴ്ചവെച്ച ആളാണ്. അതുപോലെ തന്നെ അത്തരത്തിലുള്ള അതിശയങ്ങൾ കാഴ്ചവെച്ച മറ്റു സംവിധായകരുമുണ്ട്. ജെയിംസ് കാമറൂൺ, അദ്ദേഹത്തിൻ്റെ അവതാർ സീരീസ്, ഒരിക്കലും നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റില്ല അങ്ങനെ ഒരു വേൾഡ് ഉണ്ടോ, അല്ലെങ്കിൽ അതൊക്കെ നമുക്ക് അത് അവതാർ കണ്ടതിന് ശേഷം മാത്രമാണ് നമുക്ക് അങ്ങനെ ഒരു കാര്യം ഇമാജിൻ ചെയ്യാൻ പറ്റിയത്, അല്ലെങ്കിൽ നമ്മളുടെ സ്വപ്നങ്ങളിലേക്ക് വന്നത്. ഒരു പുതിയൊരു സ്വപ്നം, പുതിയൊരു കാഴ്ച നമുക്ക് നൽകുകയാണ്. അതുപോലെ സ്പീൽബർഗിൻ്റെ ജുറാസിക് സീരീസ് സിനിമകൾ, അതും നമ്മുടെ മുമ്പിലേക്ക് പുതിയൊരു ലോകം കാഴ്ചവെച്ച സിനിമകളാണ്. ആ സീരീസ് സിനിമകൾ ഇറങ്ങുന്നതിന് മുമ്പ് ഈ വിഷ്വൽ രംഗത്ത് ഇങ്ങനെയൊരു ക്രിയേഷൻ സാധ്യമാകുമെന്ന് പ്രേക്ഷകന് ചിന്തിക്കാൻ പോലും കഴിയുമായിരുന്നില്ല. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാനത് ചാലക്കുടിയിലുള്ള എൻ്റെ നാട്ടിലെ തിയേറ്ററിൽ പോയി കണ്ട ഒരു കാഴ്ച. പ്രേക്ഷകരൊക്കെ സ്തബ്ധരായിട്ടിരിക്കുകയാണ്. ഒരു വലിയൊരു അതിശയം അവർ കണ്ട മട്ടിലാണ് അവരിയ്ക്കുന്നത്. അപ്പോൾ അതാണ് പുതിയൊരു ആളുകളെ വിസ്മയിപ്പിക്കുന്ന, അല്ലെങ്കിൽ ആളുകളെ എൻഗേജ്ഡ് ആക്കാൻ കഴിയുന്ന, അവർക്കൊരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത ഒരു പശ്ചാത്തലം ഒരു ഫിലിം മേക്കർ അവരുടെ മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ സംഭവിക്കുന്ന അതിശയം. വളരെ കലാമൂല്യമുള്ള സിനിമകൾ എടുക്കുകയും അതിനൊപ്പം തന്നെ ആ സിനിമകൾ ജനപ്രിയമായി മാറ്റുകയും ചെയ്യുക, അതാണ് ക്രിസ്റ്റഫർ നോളനെ മറ്റുള്ളവരിൽ നിന്നും വിഭിന്നനാക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു വലിയ തലമുറ ക്രിസ്റ്റഫർ നോളൻ ആരാധകരാണ്. അവരൊക്കെ ക്രിസ്റ്റഫർ നോളൻ്റെ പാത പിന്തുടരാൻ ആഗ്രഹിക്കുന്നവരാണ് ഈ ഫിലിം മേക്കിംഗ് മേഖലയിൽ. എങ്ങനെയാണ് ഇദ്ദേഹം ഈ നേട്ടങ്ങൾ അച്ചീവ് ചെയ്യുന്നത്? അതിന് അദ്ദേഹം ഒരു ട്രിക്ക് ഉപയോഗിക്കുന്നുണ്ട്. അത് ഈ വീഡിയോയുടെ തുടർന്ന് വരുന്ന ഭാഗങ്ങളിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. 1970-കളിൽ ഇംഗ്ലണ്ടിലാണ് ക്രിസ്റ്റഫർ നോളൻ്റെ ജനനം. അദ്ദേഹം തൻ്റെ ആദ്യത്തെ ഫീച്ചർ ഫിലിം 1998 നിർമ്മിക്കുന്നത്. ഫോളോയിങ് എന്നാണ് ആ ഫീച്ചർ ഫിലിമിൻ്റെ പേര്. അന്നത്തെ കാലത്ത് അദ്ദേഹം തൻ്റെ ആദ്യ ചിത്രം നിർമ്മിക്കുന്നത് വെറും 5 ലക്ഷം രൂപ, അതായത് ഇന്ത്യൻ മണി 5 ലക്ഷം രൂപയ്ക്കാണ് 1998. വളരെ മികച്ച സിനിമയെന്നുള്ളൊരു അഭിപ്രായം ഫിലിം ഫെസ്റ്റിവലുകളിലും പ്രേക്ഷകർക്കിടയിലും ഫോളോയിങ് നേടിയതിനൊപ്പം തന്നെ തെറ്റില്ലാത്ത കളക്ഷനും ആ സിനിമ നേടി. 5 ലക്ഷം മുടക്കി നിർമ്മിച്ച സിനിമ 40 ലക്ഷം രൂപ കളക്ഷൻ നേടിയെടുത്തു. ആ സിനിമ ക്രിസ്റ്റഫർ നോളൻ്റെ കരിയറിലെ ഒരു മൈൽ സ്റ്റോണായി മാറി. ഫോളോയിങ്ങിൻ്റെ വിജയത്തിനു ശേഷം അദ്ദേഹത്തെ ഹോളിവുഡ് ഇൻഡസ്ട്രി ശ്രദ്ധിക്കാനായിട്ട് തുടങ്ങി. അദ്ദേഹം ആഗ്രഹിച്ച രീതിയിലുള്ള സിനിമകൾ നല്ല ബഡ്ജറ്റിൽ ചെയ്യാനായിട്ടുള്ള ഒരു ഭാഗ്യം അല്ലെങ്കിൽ സാഹചര്യം അദ്ദേഹത്തിന് കൈവന്നു. 2005 മുതൽ 2012 വരെ റിലീസായ ദി ഡാർക്ക് നൈറ്റ് സീരീസിലുള്ള 3 സിനിമകൾ, അതായത് നമ്മളുടെ ബാറ്റ്മാൻ സിനിമകൾ, അത് നല്ല വലിയൊരു ബഡ്ജറ്റിൽ, അതായത് 2000 കോടി രൂപ ആയിരുന്നു ആ 3 സിനിമകളുടെയും കൂടി ബഡ്ജറ്റ്. ഏകദേശം 10,000 കോടിയോളം രൂപ ആ സിനിമകൾ ബോക്സ് ഓഫീസിൽ നിന്നും കളക്ട് ചെയ്തു. ഡാർക്ക്മാൻ സീരീസ് സിനിമകൾക്ക് പുറമെ അദ്ദേഹത്തിൻ്റെ മൊമൻറ്റോ, ഇൻസെപ്ഷൻ, ഇന്റർസ്റ്റെല്ലർ, ഡൺക്രിക്ക്, ഓപ്പൺഹൈമർ, ഈ സിനിമകളെല്ലാം നല്ല മികച്ച വിജയം നേടുകയും മികച്ച ക്രിട്ടിക്സ് അദ്ദേഹത്തിന് നേടിക്കൊടുക്കുകയും ചെയ്തു. 2024 ഓപ്പൺഹൈമർ മികച്ച ചലച്ചിത്രത്തിനുള്ള ഓസ്കാർ, മികച്ച സംവിധായകനുള്ള ഓസ്കാർ, ഇതൊക്കെ ക്രിസ്റ്റഫർ നോളന്
നേടിക്കൊടുത്തു. അതും കൂടാതെ കാൻ ഫിലിം ഫെസ്റ്റിവലിൽ 2024 തന്നെ മികച്ച സംവിധായകനുള്ള ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരവും ഓപ്പൺഹൈമർ ക്രിസ്റ്റഫർ നോളന്റെ കൈകളിലെത്തിച്ചു. ഇത്രയൊക്കെ കേട്ടോടുകൂടി ആള് ചില്ലറ പുള്ളിയല്ലാന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ സ്റ്റോറി ടെല്ലിങ്ങിൻ്റെ സവിശേഷതകളിൽ പ്രധാനമാണ് സ്റ്റോറികൾ നേരെ പറയുന്നതിന് പകരം എപ്പോഴും ഒരു നോൺ ലീനിയർ സ്റ്റൈലിലാണ് അദ്ദേഹം പറയുക. അതായത് ഒരു ശരിക്കുള്ളൊരു ഓർഡറിലല്ലാതെ. അദ്ദേഹത്തിൻ്റെ സിനിമയായിട്ടുള്ള മൊമെൻറ്റോ നമുക്കൊന്നൊരു എക്സാമ്പിളായിട്ട് എടുക്കാം. നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ക്രിസ്റ്റഫർ നോളൻ്റെ മൊമെൻറ്റോ എന്ന് പറയുന്ന സിനിമയുടെ എക്സാമ്പിളായിരിക്കും നമ്മളധികം പറയുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിന്ദിയിലും തമിഴിലുമൊക്കെ ഇറങ്ങിയ ഗജിനി എന്നുള്ള സിനിമ മൊമെൻറ്റോ എന്നുള്ള സിനിമയുടെ ഒരു അഡാപ്റ്റേഷനാണ്. അഡാപ്റ്റേഷൻ എന്ന് പറയുന്നതിനേക്കാളും നല്ലൊരു വാചകം കോപ്പിയടിയാണ് എന്ന് പറയുന്നതാണ്. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. കാരണം ആ ഒരു സിനിമ ഇന്ത്യയിലെ കുറേ ആളുകൾക്ക് ആസ്വദിക്കാൻ കഴിഞ്ഞു. ഇപ്പോൾ ഈ വീഡിയോ കാണുന്നവരിൽ എത്ര പേർ മൊമെൻറ്റോ കണ്ടവരുണ്ടാവും? ചുരുക്കമായിരിക്കും. പക്ഷേ ഗജിനി എന്ന് പറയുന്ന സിനിമ കാണാത്തവരായിട്ടുള്ളവർ അവരും ചുരുക്കമായിരിക്കും. ഗജിനിയുടെ സ്റ്റോറി നമുക്കറിയാം എല്ലാവർക്കും. ഒരു ചെറുപ്പക്കാരനും ചെറുപ്പക്കാരിയും കണ്ടുമുട്ടുന്നു. ചെറുപ്പക്കാരൻ വളരെ ധനികനാണ്. ചെറുപ്പക്കാരി മോഡലാവാനായിട്ട് ട്രൈ ചെയ്യുന്ന ഒരാളാണ്. ഇവർക്കിടയിലേക്ക് ഒരു വില്ലൻ കടന്നു വരുന്നു. അങ്ങനെ വില്ലൻ ആ നായികയെ കൊല്ലുന്നു. നായകൻ്റെ തലക്കടിക്കുന്നു. നായകൻ്റെ മെമ്മറി നഷ്ടപ്പെടുന്നു. നായകൻ വില്ലനോട് അവൻ്റെ പ്രതികാരം ചെയ്യുന്നു. ഇതാണ് ഒരു ലീനിയർ ഫോർമാറ്റിൽ പറഞ്ഞാൽ ഗജിനിയുടെ കഥ. സത്യം പറഞ്ഞാൽ ഈ കഥ പത്രത്തിൽ ന്യൂസായിട്ട് വരാവുന്ന ഒരു സംഭവം പോലെയാണ്, അല്ലേ? മേ ബി ഇങ്ങനെ ഒരു സിനിമ ലീനിയറിൽ ഇറങ്ങിയാൽ വിജയിക്കുമായിരിക്കും. പക്ഷേ ഇന്ന് മൊമെൻറ്റോയ്ക്ക് കിട്ടിയൊരു ആക്സെപ്റ്റൻസ് ആ സിനിമയ്ക്ക് കിട്ടില്ല. കാരണം ക്രിസ്റ്റഫർ നോളൻ നോൺ ലീനിയർ രീതിയിൽ കഥ പറഞ്ഞ സ്റ്റൈല് സിനിമ പുറകിലേക്കാണ് സഞ്ചരിക്കുന്നത്. ഇതിനു മുൻപ് എന്താണ് സംഭവിച്ചിരിക്കാൻ സാധ്യത എന്നുള്ളത് പ്രേക്ഷകൻ മനസ്സിലാക്കുന്നത് ഓരോ സീനിൻ്റെയും അവസാനമാണ്. അപ്പോൾ ഇങ്ങനെ നോളൻ ഈ കഥ പറഞ്ഞു കഴിയുമ്പോൾ പ്രേക്ഷകൻ ആ കഥയിലേക്ക് കൂടുതൽ എൻഗേജ്ഡ് ആവുകയാണ്. അവൻ ചിന്തിക്കുകയാണ്, അവന് ക്യൂരിയോസിറ്റി വർദ്ധിക്കുകയാണ്. കാരണം ഇത് എങ്ങോട്ടാണ് പോകണമെന്ന് അവനൊരു ഐഡിയ കിട്ടില്ല. അവൻ സാധാരണഗതിയിൽ കണ്ടു ശീലിച്ച ഒരു കഥ പറച്ചിലല്ല ഇത്. 1 കഴിഞ്ഞാൽ 2, 2 കഴിഞ്ഞാൽ 3, 3 കഴിഞ്ഞാൽ 4. ഇതിവിടെ നേരെ തിരിച്ചാണ്. അത് പ്രേക്ഷകനെ സിനിമയിൽ കൂടുതൽ എൻഗേജ്ഡ് ആക്കുന്നു. മാത്രമല്ല ഒരു ഫ്രഷ് ആയിട്ടുള്ള ഒരു വിഷ്വൽ ഫീലിംഗ്, സ്റ്റോറി ഫീലിംഗ് അവന് ലഭിക്കുന്നു. അതുപോലെ ക്രിസ്റ്റഫർ നോളൻ്റെ എല്ലാ സിനിമകളുടെ ഒരു പ്രത്യേകതയാണ് അതിലൊരു സ്ട്രോങ് ആയിട്ടുള്ള സെൻട്രൽ ഐഡിയ ഉണ്ടാവും, ഒരു ആശയം. അപ്പോൾ നമുക്ക് ഈ മൊമെൻറ്റോയുടെ കാര്യം തന്നെ നമുക്ക് എക്സാമ്പിളായിട്ട് എടുക്കാം. നിങ്ങൾക്ക് ഒരു ദിവസം രാവിലെ എണീക്കുമ്പോൾ നിങ്ങളുടെ പാസ്റ്റ് ഓർമ്മിക്കാനായിട്ട് സാധിച്ചില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? അതായത് നിങ്ങളുടെ കാലഘട്ടത്തിൽ കഴിഞ്ഞ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് ഓർമ്മയില്ല. ഈ പാസ്റ്റ് നിങ്ങൾക്ക് ഓർമ്മിക്കാൻ കഴിയുന്നില്ലെങ്കിൽ എന്താണ് റിയാലിറ്റി എന്ന് നിങ്ങളെങ്ങനെ മനസ്സിലാക്കും? അപ്പോൾ ഇതാണ് ഈ മൊമെൻറ്റോ എന്ന് പറയുന്ന സിനിമ മുന്നോട്ട് വയ്ക്കുന്ന പവർഫുൾ കോൺസെപ്റ്റ്. ഒരു മനുഷ്യന് അയാളുടെ മെമ്മറി നഷ്ടപ്പെട്ടാൽ, ഓർമ്മ നഷ്ടപ്പെട്ടാൽ അയാൾ എന്ത് ചെയ്യും? ഇത് വെറുതെ മെമ്മറി നഷ്ടപ്പെടുന്ന വിഷയം മാത്രമല്ല. അയാൾക്കിപ്പോൾ അയാൾ ഉണർന്നെഴുന്നേറ്റു, അയാൾക്കൊന്നും ഓർമ്മയില്ല. പിന്നെ അയാൾ കാണുന്ന അയാളുടെ ബ്രെയിനിൽ ഫീഡ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളും കുറച്ച് നിമിഷങ്ങൾ കഴിയുമ്പോൾ അയാൾ മറന്നു പോവാണ്. അപ്പോൾ ഇതാണ് അതിലത്തെ പവർഫുൾ കോൺസെപ്റ്റ്. ഒരു മനുഷ്യന് ഓർമ്മകളില്ലാതാവുന്ന ഒരവസ്ഥ. ആ അവസ്ഥയിൽ ആ മനുഷ്യൻ എങ്ങനെ സർവൈവ് ചെയ്യും? എങ്ങനെ സർവൈവ് ചെയ്യാൻ സാധിക്കും? ഇങ്ങനെ ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ നമ്മളോട് കാണിക്കുമ്പോൾ പ്രേക്ഷകനിൽ അതൊരു പുതുമയുണ്ടാക്കും. അവൻ ഇതിനു മുമ്പൊന്നും ഇങ്ങനെ ഒരു സിനിമകളിലും കണ്ടിട്ടില്ല. ശക്തമായ ഒരു ഇമോഷണൽ ഡെലിവറൻസാണ് നോളൻ സിനിമകളുടെ മറ്റൊരു പ്രത്യേകത. ഇപ്പം നമ്മൾ ഗജിനി, അതായത് മൊമെൻറ്റോ എടുത്ത് നമ്മൾ പരിശോധിച്ചാൽ അറിയാം, അയാൾക്ക് അയാളുടെ മരിച്ചുപോയ കാമുകിയോടുള്ള അഗാധമായിട്ടുള്ള പ്രണയം, ആ ഓർമ്മയില്ലാത്ത അവസ്ഥയിൽ പോലും അയാളുടെ മനസ്സിൽ ആ പ്രണയത്തിന് കാര്യമായ
മങ്ങല് ഏൽക്കുന്നില്ല, അല്ലെങ്കിൽ ആ പ്രണയം അയാളുടെ മനസ്സിൽ അങ്ങനെ ഉണ്ട്. പിന്നെ അയാളുടെ ആ സാഹചര്യത്തിലെ ഒരു നിസ്സഹായ അവസ്ഥ, ഇതൊക്കെ പ്രേക്ഷകനില് ആ ക്യാരക്ടറിനോട് എമ്പതി സൃഷ്ടിക്കും. സ്ട്രോങ് ആയിട്ടുള്ളൊരു ഇമോഷണൽ ബോണ്ടിങ് പ്രേക്ഷകൻ ഈ കഥാനായകനായിട്ട് സ്ഥാപിക്കുകയാണ്. ഇതാണ് നോളൻ സിനിമകളുടെ ഇമോഷണൽ ബോണ്ടിങ്ങിൻ്റെ ഒരു പവർ. അദ്ദേഹത്തിൻ്റെ എല്ലാ സിനിമകളിലും ഒരു രീതിയിലുള്ള അല്ലെങ്കിൽ മറ്റൊരു രീതിയിലുള്ള ഈ ഇമോഷണൽ ബോണ്ടിങ്ങിൻ്റെ ടെക്നിക്ക് അദ്ദേഹം ഉപയോഗിക്കുന്നതായിട്ട് കാണാം. ഇങ്ങനെ ഒരു എമ്പതി ഹീറോയിനോട് പ്രേക്ഷകനെ കൊണ്ട് തോന്നിപ്പിക്കുന്നതിലൂടെ പ്രേക്ഷകനായിട്ട് ഒരു ഇൻ്റലക്ച്വൽ ബോണ്ടിങ് മാത്രമല്ല, സ്ട്രോങ് ആയിട്ടുള്ള ഇമോഷണൽ ബോണ്ടിങ് സൃഷ്ടിച്ചെടുക്കാനും നോളൻ സിനിമകൾക്ക് സാധിക്കുന്നു. റിയലിസം ആൻഡ് പ്രാക്ടിക്കൽ എഫക്റ്റ്, അതാണ് നോളൻ സിനിമകളുടെ മറ്റൊരു പ്രത്യേകത. നോളൻ സിനിമകളിലൊക്കെ നോളൻ പരമാവധി ഗ്രാഫിക്സിൻ്റെ എലമെൻറ്റ് കുറയ്ക്കാനായിട്ട് നോളൻ ശ്രദ്ധിക്കും. ഒക്കെ റിയലിസ്റ്റിക് സെറ്റുകളാണ്. റിയലിസ്റ്റിക് സെറ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാലോ, ഭയങ്കര എക്സ്പെൻസീവാണ്. ഞാനൊരിക്കലും അത് മാത്രം സജസ്റ്റ് ചെയ്യില്ല കേട്ടോ. ചിലവ് കുറയ്ക്കാൻ CG പരിപാടികളൊക്കെ നമുക്ക് ആവശ്യമാണ്. പക്ഷേ റിയലിസ്റ്റിക് സെറ്റുകൾ നൽകുന്ന ഒറിജിനാലിറ്റി ഒരിക്കലും CGക്ക് ഒരു പക്ഷേ നൽകാൻ സാധിക്കില്ല. അതുപോലെ തന്നെ സ്റ്റണ്ട് രംഗങ്ങൾ, അങ്ങനെ പരമാവധി റിയൽ ആയിട്ടാണ് നോളൻ സിനിമകളിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ അദ്ദേഹം ശ്രമിക്കുന്നത്. ഇതിൻ്റെ ഒരു ഗുണം മൂവി സൂപ്പർ റിയലിസ്റ്റിക് ആയിട്ടും നമ്മൾ ആ വേൾഡിൽ അങ്ങോട്ട് ഇമ്മേഴ്സായിട്ട് നിൽക്കുന്നതായിട്ടുള്ള ഒരു ഫീല് ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ക്രിസ്റ്റഫർ നോളൻ എന്ന ഫിലിം മേക്കർ എപ്പോഴും ഓഡിയൻസിൻ്റെ ഇൻ്റലിജൻസിനെ റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരാളാണ്. അതായത് ഓഡിയൻസ് ചിന്തിക്കുന്ന തലത്തിലല്ലാതെ, അല്ലെങ്കിൽ അവർക്ക് ഇതൊക്കെ മതി, ഒരു സോപ്പ് പെട്ടി കഥ മതി, ഈ ഗജനിയുടെ അല്ലെങ്കിൽ മൊമൻ്റോടെ കഥ ഇങ്ങനെ പറഞ്ഞു വെച്ചാലും മതി. ആണും പെണ്ണും കണ്ടുകിട്ടുന്നു, വില്ലൻ വരുന്നു, വില്ലൻ നായികയെ കൊല്ലുന്നു, നായകൻ പ്രതികാരം ചെയ്യുന്നു. അങ്ങനെ അങ്ങോട്ട് സിമ്പിളായിട്ട് പറഞ്ഞാലും ഓഡിയൻസ് കണ്ടോളും. അവൻ്റെ ഉള്ളിൽ അഡ്രിനാലിൻ വരും, അവൻ്റെ ഉള്ളിൽ ബാക്കി ഹോർമോൺസൊക്കെ റിയാക്ട് ചെയ്യും. അനീതിക്കെതിരെ പ്രതികരിക്കുമ്പോൾ പ്രേക്ഷകന് സന്തോഷം കിട്ടും. ഓക്കെ, മേ ബി ആ സിനിമ വിജയമായേക്കാം എന്നുള്ള ലെവലിൽ നിന്നുള്ള തിങ്കിങ് അല്ല. ഇതാണ് ഒരു കോമൺ ആയിട്ടുള്ള ഒരു ഓഡിയൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഇത് പൊളിച്ചുകൊണ്ടാണ് അദ്ദേഹം അവരുടെ ചിന്തകൾക്ക് അല്പം മുകളിലായിട്ട് ഈ സിനിമ നേരെ ബാക്ക് ചെയ്യുന്ന തുടങ്ങുന്നത്. ഓർമ്മകൾ നഷ്ടപ്പെട്ട നായകൻ, ഓരോ 5 മിനിറ്റിലും അല്ലെങ്കിൽ എത്രയോ മിനിറ്റ് കൂടുമ്പോൾ ആ ഓർമ്മകൾ നഷ്ടപ്പെട്ട നായകന് അപ്പോഴുണ്ടാകുന്ന ഓർമ്മകൾ വീണ്ടും നഷ്ടപ്പെടുകയാണ്. അപ്പോൾ ഒരു ഗുരുതരാവസ്ഥയിൽ അദ്ദേഹം ഈ നായകനെ എത്തിക്കുകയാണ്. മാത്രമല്ല, ഈ നായകനൊപ്പം മാത്രമാണ് പ്രേക്ഷകനും സഞ്ചരിക്കുന്നത്. വേറെ അഡീഷണൽ ഇൻഫർമേഷനൊന്നും പ്രേക്ഷകന് കൊടുക്കുന്നില്ല. ആ കഥാപാത്രത്തിൻ്റെ ഉള്ളിലേക്ക് അല്ലെങ്കിൽ ആ കഥയുടെ ഉള്ളിലേക്ക് ഇദ്ദേഹം പ്രേക്ഷകനെയും കൊണ്ടിടുകയാണ്. അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു ബ്രില്യൻസ്. അതായത് അങ്ങനെ ഒരു ബ്രില്യൻസിലേക്ക് അദ്ദേഹം ചിന്തിച്ചെത്താൻ കാരണം ഒരു സാധാരണ പ്രേക്ഷകന്റെ ഇൻ്റലക്ച്വാലിറ്റി അദ്ദേഹം ഒരിക്കലും കുറച്ച് കാണുന്നില്ല. അവർ ചിന്തിക്കുന്നതിൻ്റെ ഒരു സ്റ്റെപ്പ് മുകളിൽ വേണമെന്നുള്ള അദ്ദേഹത്തിന് നിർബന്ധവും അതിനുള്ള പരിശ്രമവുമാണ് അദ്ദേഹത്തിൻ്റെ സിനിമകളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുക. ഇത്തരമൊരു പ്രക്രിയയുടെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രേക്ഷകന് ഒരു സ്പേസ് ആ സിനിമയിൽ ലഭിക്കുകയാണ്. അവന് ഇതൊന്ന് ചിന്തിക്കുവാനോ ഇതെന്താ അവിടെ സംഭവിച്ചിട്ടുണ്ടാവോ എന്ന് ആലോചിക്കുവാനും അവൻ്റെ ചില അനുമാനങ്ങളിലേക്ക് എത്താനും ഒക്കെ സാധിക്കുകയും ഈ അനുമാനങ്ങൾ അടുത്ത സീനിൽ നമുക്ക് പൊളിച്ചെഴുതാൻ, പ്രേക്ഷകന്റെ അനുമാനങ്ങൾ പൊളിച്ചെഴുതാനുള്ള സാധ്യത സൃഷ്ടിക്കാനും നമുക്ക് സാധിക്കും. ഇതിൻ്റെ ഫലമായി പ്രേക്ഷകൻ സിനിമയിലേക്ക് കൂടുതൽ എൻഗേജ്ഡ് ആയിട്ട് മാറും. അവൻ അതിലേക്ക്, അല്ലെങ്കിൽ അവൻ്റെ ഇൻ്റലക്ച്വാലിറ്റി അതിലേക്ക് ഇൻവോൾവ് ചെയ്യാനായിട്ട്, അവൻ്റെ ബ്രെയിൻ അതിലേക്ക് കുറച്ച് ഇൻവോൾവ് ചെയ്യാനായിട്ടുള്ള ഒരു സ്പേസ് അവന് ലഭിക്കും. ആ ബ്രെയിൻ ഇൻവോൾവ്മെൻറ്റ് സിനിമയിലേക്കുള്ള അറ്റൻഷനും ഫോക്കസും വർദ്ധിപ്പിക്കും. അടുത്തതാണ് നോളൻ സിനിമകളുടെ ഏറ്റവും വലിയ ട്രിക്കി പാർട്ട്. നോളൻ ഉൾപ്പെടെ പല സംവിധായകരും അല്ലെങ്കിൽ പല ഫിലിം മേക്കേഴ്സും എപ്പോഴും പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. നിങ്ങളുടെ ഒറിജിനൽ വോയിസ് ആ സിനിമയിൽ വേണം. എന്താണ് ഒറിജിനൽ വോയിസ്? നമ്മളുടെ ഓൺ എക്സ്പീരിയൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ട് നമ്മളൊരു സിനിമ ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ അതായത് ഒരു ഗ്രാമത്തിൽ അല്ലെങ്കിൽ ഒരു പശ്ചാത്തലത്തിൽ ഒരു ഫിലിം മേക്കർ വളരുന്നു. അയാൾക്ക് അയാളുടേതായിട്ടുള്ള സ്വതന്ത്രമായ അല്ലെങ്കിൽ വേറിട്ട ചിന്തകളും കാഴ്ചപ്പാടുകളൊക്കെ ഉണ്ടാകാം. അയാളുടെ അനുഭവം മറ്റുള്ളവരിൽ നിന്നും എല്ലാം
വിഭിന്നമായിരിക്കും. അയാളുടെ പെർസ്പെക്റ്റീവിൽ ഇറ്റ്സ് ഡിഫറെൻറ്റ് ഫ്രം അതർ പേഴ്സൺസ് എക്സ്പീരിയൻസ്. പക്ഷെ ഇതിനൊരു മറുവശമുണ്ട്. ഇപ്പോൾ നമ്മളിങ്ങനെ റോയായിട്ട് നമ്മളുടെ അനുഭവവും കാര്യങ്ങളും പ്രേക്ഷകൻ്റെ മുമ്പിൽ വെക്കുമ്പോൾ സംഭവിക്കുന്നൊരു കാര്യം, ലോകത്തിൽ എല്ലായിടത്തും കഥകൾ അല്ലെങ്കിൽ സംഭവങ്ങൾ നടക്കുന്നത് ഏകദേശം ഒരേ പാറ്റേണിലാണ്. ചെറിയ ചില ഡിഫറൻസുകളേ ഉള്ളൂ. സാധാരണ വിശപ്പ് വരുമ്പോൾ കുഞ്ഞുങ്ങൾ കരയും, തീക്കരിയിൽ കൈ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ പിൻവലിക്കും. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ ജീവിതത്തിനും അങ്ങനെ ഒരു കോമൺ ആയിട്ടുള്ള പാറ്റേൺ ഉണ്ട്. അപ്പോൾ നമ്മളുടെ ഈ റോ എലമെൻറ്റ് നമ്മളുടെ ഓൺ എക്സ്പീരിയൻസ് ആണെന്ന് വിചാരിക്കുന്ന സംഭവങ്ങൾ ചിലപ്പോൾ പ്രേക്ഷകൻ്റെ മുമ്പിൽ വയ്ക്കുമ്പോൾ അത് വെറും ക്ലീശയായിരിക്കും. ഇത് കുറച്ചും കൂടി നമ്മളൊന്ന് എക്സാമ്പിളൈസ് ചെയ്ത് പറയുകയാണെങ്കിൽ, ഒരു ശില്പി അയാൾ ഒരു കല്ല് ഇങ്ങനെ അടർത്തിയെടുക്കുകയാണ് പാറകൾക്കിടയിൽ നിന്നും. എന്നിട്ട് ഒന്ന് തൂത്ത് തുടച്ചിട്ട് അയാൾ പബ്ലിക്കിൻ്റെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യാണ്. ഈ കല്ല് ഒരു ഉദാത്തമായിട്ടുള്ള എൻ്റെ കലാസൃഷ്ടിയാണ് എന്ന് പറഞ്ഞിട്ട് അയാൾ ഘോരം പ്രസംഗിക്കുകയാണ്. ആൾക്കാരൊന്ന് നോക്കും, പിന്നെ ഇയാളുടെ കാട്ടായം കണ്ട് ചിരിക്കും. ഈ പരിപാടിക്ക് പോകാതെ ആ ശില്പി അയാൾക്ക് യഥാർത്ഥത്തിലുള്ള കഴിവും അറിവും ഉണ്ടെങ്കിൽ അയാൾ എഫർട്ട് എടുത്ത് ആ കല്ലിൽ നിന്നും മനോഹരമായ ഒരു ശില്പം കൊത്തി ഉണ്ടാക്കുകയാണെങ്കിൽ അതിനെപ്പറ്റി എക്സ്പ്ലനേഷനൊന്നും വേണ്ട. അത് ജനങ്ങളുടെ മുമ്പിൽ വെച്ചു കൊടുത്താൽ അവരത് ആസ്വദിക്കും, അയാൾ അപ്രീഷിയേറ്റ് ചെയ്യും. അയാളൊന്നും സംസാരിക്കേണ്ടതില്ല, അയാൾക്ക് വേണ്ടി അയാളുടെ സൃഷ്ടി സംസാരിക്കും. ഇതുപോലെ തന്നെയാണ് നമ്മളുടെ റോ ഐഡിയ എന്ന് പറയുന്നത് കല്ലാണ്. ആ കല്ലിൽ നിന്നും ശില്പം നമ്മൾ ഉണ്ടാക്കണം. അവിടെ ഞാൻ പറഞ്ഞ രണ്ട് കാര്യമുണ്ട്. ഒന്ന്, അതിനുള്ള കഴിവും അറിവും. ഈ ഫിലിം മേക്കിംഗ് മേഖലയിൽ എൻ്റെ അനുഭവം അനുസരിച്ച് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് ഒരു പാട്ട് പാടുന്ന പോലെ അല്ല. ഇപ്പം നമുക്കൊരു പാട്ടുകാരനാവണം, നമുക്ക് അതിനകത്തൊരു റിയൽ ടാലൻറ്റ് അല്ലെങ്കിൽ ഒരു വാസന, ജന്മസിദ്ധി ഇല്ലെങ്കിൽ നമ്മൾ എത്ര ശ്രമിച്ചാലും എത്ര പരിശ്രമിച്ചാലും നമുക്ക് നല്ലൊരു പാട്ടുകാരനാവാനായിട്ട് സാധിക്കില്ല. പക്ഷെ ഫിലിം മേക്കിങ്ങിൻ്റെ കാര്യത്തിൽ ഞാൻ മനസ്സിലാക്കിയിടത്തോളം നമുക്ക് ജന്മസിദ്ധി എന്തോരം ഉണ്ട് എന്നുള്ളതിനേക്കാളും പ്രധാനമായിട്ട് നമ്മളത് എന്തോരം പ്രാക്ടീസ് ചെയ്യുന്നു, നമ്മളത് എന്തോരം അറിയാൻ ശ്രമിക്കുന്നു, അതിനനുസരിച്ച് നമ്മുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. നമ്മളുടെ ബോഡി ബിൽഡ് ചെയ്യുമ്പോൾ നമ്മുടെ മസിൽസ് ഡെവലപ്പ് ആവണ പോലെ നമ്മളുടെ അറിവ് നമ്മുടെ സ്കില്ലുകളെ ഡെവലപ്പ് ചെയ്യുമെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം. അപ്പോൾ ഇതിൻ്റെ കൂടാതെ ഒന്ന് ഞാൻ കൂട്ടിച്ചേർത്തന്നേ ഉള്ളൂ. ഈ ഒറിജിനൽ വോയിസ് നേരിട്ട് പ്രേക്ഷകൻ്റെ മുമ്പിൽ അങ്ങ് പ്രസൻറ്റ് ചെയ്യാതെ അത് കുറച്ച് ഇൻ്റലക്ച്വലായിട്ട്, കുറച്ച് കണ്ണിങ് ആയിട്ട് അവനെ വേറൊരു സ്പേസിലേക്ക് എത്തിക്കുന്ന രീതിയിൽ പ്രസൻറ്റ് ചെയ്താലാണ് അത് പ്രേക്ഷകൻ ഇഷ്ടപ്പെടാനും സ്വീകരിക്കാനും സാധ്യതയുള്ളൂ. ഇങ്ങനെ ഒരു സ്വീകാര്യത ലഭിക്കുവാനായിട്ട് തൻ്റെ സിനിമകളിൽ ക്രിസ്റ്റഫർ നോളൻ ചെയ്യുന്ന ട്രിക്കാണ് ഒരു പുതിയ ലോകം തൻ്റെ സിനിമകൾക്ക് വേണ്ടി സൃഷ്ടിക്കുക. പുതിയ ലോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാകാനായിട്ട് അവതാർ ഒരു പുതിയ ലോകം സൃഷ്ടിച്ചതായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞു. ജുറാസിക് സീരീസ് സിനിമകൾ പുതിയ ലോകം സൃഷ്ടിച്ചതായിട്ട് പറഞ്ഞു. അതുപോലെ പുതിയ ലോകം സൃഷ്ടിച്ച ഒരു സിനിമയാണ് ടൈറ്റാനിക്. നമുക്കാർക്കും പരിചിതമല്ലാത്ത ആ ലക്ഷറീസ് കപ്പലിൻ്റെ ഉൾവശം. ഇതുപോലെ നോളൻ സിനിമകളിൽ ക്രിസ്റ്റഫർ നോളൻ പുതിയൊരു ലോകം സൃഷ്ടിക്കുകയാണ് ഇൻ്റലക്ച്വലായിട്ട്. ക്രിസ്റ്റഫർ നോളൻ്റേതായിട്ടുള്ള ഒരു പുതിയ ലോകം അദ്ദേഹത്തിൻ്റെ ഓരോ സിനിമകളിലും അദ്ദേഹം സൃഷ്ടിക്കുമ്പോഴും ആ ലോകത്തിന് വേണ്ട നിയമങ്ങളും ക്രിസ്റ്റഫർ നോളൻ ഒപ്പം സൃഷ്ടിക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ ജീവിക്കുന്ന ഈ ലോകത്തിന് ചില നിയമങ്ങളുണ്ട്. നമ്മുടെ കുടുംബത്തിലെ നിയമങ്ങൾ എന്ന് പറഞ്ഞ പോലെ നമ്മുടെ സമൂഹത്തിലെ നിയമങ്ങൾ, രാജ്യത്തെ സ്റ്റേറ്റിലെ നിയമങ്ങൾ എല്ലാം ഉണ്ട്. ഇതുപോലെ പുതിയതായിട്ട് നമ്മൾ സിനിമയിൽ ഒരു ലോകം സൃഷ്ടിക്കുമ്പോൾ ആ ലോകത്തിനകത്തും കഥ മുന്നോട്ട് പോകുവാൻ, കഥ എന്ന് പറയുമ്പോൾ ജീവിതം മുന്നോട്ട് പോകുവാനായിട്ടുള്ള ചില നിയമങ്ങൾ നമ്മൾ സൃഷ്ടിക്കണം. ഈ നിയമങ്ങളുടെ ചട്ടക്കൂടുകൾക്കുള്ളിലായിരിക്കും അതിലെ കഥാപാത്രങ്ങൾ സഞ്ചരിക്കുക. ഈ മൊമെൻ്റോ എന്ന സിനിമയിലെ വ്യത്യസ്തമായ ലോകത്തിന് വേണ്ടി നോളൻ സൃഷ്ടിച്ച നിയമങ്ങൾ എന്തൊക്കെയാണ്? നമുക്ക് ചുമ്മാ ഒന്ന് പരിശോധിച്ച് നോക്കാം. ഒന്നാമത്തെ നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലെ പ്രധാന കഥാപാത്രത്തിന് ഒരു മെമ്മറിയും ഇല്ല. ഒരു മെമ്മറിയും ഇല്ല എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന് ഉണ്ടാകുന്ന പുതിയ മെമ്മറികൾ മിനിറ്റുകൾക്കുള്ളിൽ മാഞ്ഞു പോവുകയും ചെയ്യും. അത് ഒരു നിയമമാണ്. അടുത്തൊരു നിയമം,
ഈ മെമ്മറികൾ ഇങ്ങനെ മാഞ്ഞു പോകുമ്പോൾ അദ്ദേഹം എങ്ങനെ സർവൈവ് ചെയ്യും? അതായത് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഈ മെമ്മറി സൂക്ഷിക്കാൻ ഒരു വകുപ്പില്ല. അതുകൊണ്ട് അദ്ദേഹം ഈ മെമ്മറികൾ സൂക്ഷിക്കുന്നത് ഫിസിക്കലായിട്ടാണ്. തൻ്റെ ശരീരത്തിൽ എഴുതിയും ഫോട്ടോഗ്രാഫുകൾ വഴിയും ആ ഫോട്ടോഗ്രാഫുകളിലെ നോട്ടുകൾ വഴിയും ഒക്കെയാണ് അദ്ദേഹം ഈ മെമ്മറികൾ സൂക്ഷിക്കുന്നത്. ഈ മെമ്മറികൾ സൂക്ഷിക്കാനുള്ള ആ നായകൻ്റെ ലോകത്തിൻ്റെ നിയമമാണ് നോളൻ അവിടെ എഴുതിയത്. ഇങ്ങനെയുള്ള ഫിസിക്കൽ സംഭവങ്ങൾ വഴി മെമ്മറികൾ സൂക്ഷിക്കുക. അടുത്തൊരു നിയമം നോളൻ സൃഷ്ടിച്ചിരിക്കുന്നത്, നായകൻ എന്തറിയുന്നുവോ അത് മാത്രമാണ് പ്രേക്ഷകനും അറിയുന്നത്. അതല്ലാതെ നായകൻ്റെ ഭൂതകാലത്തെ പറ്റിയിട്ട് കൂടുതൽ വിശദാംശങ്ങളൊന്നും പ്രേക്ഷകന് ലഭിക്കുന്നില്ല. എല്ലാവർക്കും അതിഗംഭീരമായ സിനിമകൾ ചെയ്യാനാകട്ടെ.